നമുക്ക് അള്ളാഹ് പുറത്തു തരണം. എന്തുകൊണ്ട് പുറത്തു തരണം? ഞങ്ങൾക്കൊന്നാട് പുറത്തു കൊടുത്തു. അത് ആലോചിക്കണം. അല്ല, നിങ്ങൾക്ക് അതൊന്നും ആവശ്യമൊന്ന് പുറത്തു കൊടുത്തൂടെ, ഒന്ന് വിട്ടുകൊടുത്തൂടെ? അതൊന്ന് ചിന്തിക്കണം, ഒന്ന് മുഷാവറ ചെയ്യണം, ആലോചിക്കണം. എന്താലോചിക്കാനാ സുഹൃത്തെ? അവിടെ എന്താലോചിക്കാനാ? എന്ത് ചിന്തിക്കാനാ? എന്ത് തടസ്സം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വേദന നമ്മൾ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടോ? ഈ ഒരവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ടോ? ഏറ്റവും വലിയ മഹാൻ എത്ര വലിയ മാപ്പാ കൊടുത്തത്. അല്ലാഹുവിന്റെ ഒരു ചോദ്യം, അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾക്ക് അല്ലാഹു പുറത്തിരുന്ന് ഇഷ്ടമില്ലയോ ഉമ്മമാരെ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് വേണ്ടേ? ആ അല്ലാഹുവിനോടല്ലേ നിങ്ങൾ പാപം പൊറുക്കാൻ ചോദിക്കുന്നത്? അല്ലാഹ് പുറത്തിരണം എന്നൊരാശ നിങ്ങളിലില്ലേ? ഒന്നും നന്നായിക്കോ, ഒന്ന് വിട്ടുവീഴ്ച കൊടുത്തോ, ഒന്ന് സുൽഹായിക്കോ. തെറ്റുകുറ്റങ്ങൾ സ്വാഭാവികമല്ലേ? നമ്മൾ മഅസൂമുകളല്ലല്ലോ, മഹ്ഫൂദീങ്ങളായ ഔലിയാക്കളല്ലല്ലോ, നമ്മൾ സാധാരണക്കാരല്ലേ. ഒന്നങ്ങ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഏതായാലും എനിക്ക് കുറവാണെങ്കിലും പ്രശ്നമില്ല, അള്ളാന്റെ അടുക്കൽ എനിക്ക് കുറയൂലല്ലോ. ഇവിടെ ഇനി കുറച്ച് കുറഞ്ഞു നിൽക്കട്ടെ, അള്ളാന്റെ അടുക്കൽ ഒന്നും കുറയൂലല്ലോ, ഞാനങ്ങ് പുറത്തു കൊടുക്കട്ടെ എന്ന മനോഭാവം ഒരു ചിന്തയാ വേണ്ടത്. ഇനി അതിന് ഒരുക്കമല്ലെങ്കിൽ ഒരൊറ്റ കാര്യം പറയട്ടെ, ആഖിറത്തിലെത്തുന്ന ബുദ്ധിമുട്ട് ഒന്ന് മാത്രം പറയട്ടെ. വലതും എണ്ണി പറയാനുണ്ട്, ഒന്ന് മാത്രം സൂചനക്ക് പറയട്ടെ. ഞാൻ ആയത്തിന്റെ തഫ്സീലിലേക്ക് കടന്നിട്ടില്ല. എന്താണ് അല്ലാഹു തആല പറയുന്നത്? കോടിക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ആഖിറത്തില് നമ്മൾ മാത്രമല്ല, അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. നമ്മളൊക്കെ നല്ലവരാണെന്ന് വിശ്വസിച്ച് നമുക്ക് പ്രാർത്ഥിച്ച് നമ്മളെ കണ്ട് സലാം പറഞ്ഞ് സ്നേഹം പറഞ്ഞ് ദുആ വസിയത്ത് ചെയ്ത നല്ല മനുഷ്യരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, സ്നേഹിതരുണ്ട്, ശുഹദാക്കളുണ്ട്. എല്ലാവർക്കും മുന്നിൽ വെച്ച് നമ്മളെ ഹിസാബിന് വേണ്ടി മലക്ക് വരുമ്പോ, ഡയറി അങ്ങ് മറിക്കുമ്പോ പിണങ്ങിയ ബന്ധങ്ങളെ കാണുന്നു, അറ്റുപോയ ബന്ധങ്ങളെ കാണുന്നു. അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു, അവരങ്ങ് വിട്ടേക്കൂ, അവര് നന്നാകട്ടെ, എന്നിട്ട് വിചാരണ നടത്തിയാൽ മതി. ഒക്കുമോ സഹോദരങ്ങളെ? ഇവിടെ ഒരു കോർട്ടിൽ അങ്ങനെ വിധി വന്നാ നമ്മളെ ഹാലെന്താണ്? ആദ്യം ഓലൊന്ന് രമ്യതയിലെത്തട്ടെ, എന്നിട്ട് വിധി പറയാന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്നാ രമ്യതയിലെത്തുക, എത്ര പെട്ടെന്നാ വിധിക്ക് വേണ്ടി പറഞ്ഞ് മസലഹത്താകുക. ആ മസലഹത്ത് കിട്ടാൻ വേണ്ടി കൊടുക്കാൻ തയ്യാറുള്ളതൊക്കെ കൊടുക്കൂലേ, വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളതൊക്കെ വിട്ടുകൊടുക്കൂലേ. ആഖിറത്തിലെത്തിയിട്ട് ആരാ വിചാരണയ്ക്ക് വരുന്നത്? മലക്കുകളാണ്. ആ മലക്കുകളെ മുന്നില് ഹിസാബിനൊരു തടസ്സം ബന്ധവിച്ഛേദനമാണ്, പടല പിണക്കമാണ്. അല്ലാഹു പറയുന്നു, അവരെ കാര്യമങ്ങ് വിട്ടേക്കണം. ഹത്താ യസ്തലിഹാ, അവര് രണ്ടുപേരും സുൽഹിലെത്തട്ടെ, നന്നാകട്ടെ, എന്നിട്ട് വിചാരണ നടത്താം. നിൽക്കാൻ കഴിയുമോ ആ മഹ്ശറില്? അമ്പിയായിന്റെ മുന്നിൽ വഷളാകാൻ കഴിയോ? ഔലിയായിന്റെ മുന്നിൽ വഷളാകാൻ ഇഷ്ടമുണ്ടോ? മഹാന്മാരെ മുന്നിൽ വഷളാകാൻ ഇഷ്ടമുണ്ടോ? അവരെ പേരിൽ ഫാത്തിഹ ഓതാറില്ലേ? അവരെ കൂടെ ചേരാനല്ലേ ഫാത്തിഹ ഓതുന്നത്? എല്ലാ ദിവസവും ഹദ്ദാദിൽ അവസാനത്തെ ഫാത്തിഹ ലോകത്തെ മുഴുവൻ മഹാന്മാർക്കുമുള്ള ഫാത്തിഹയല്ലേ? എന്നിട്ടും നമുക്കവിടെ സ്ഥാനക്കുറവുണ്ടാകാൻ പറ്റുമോ? അവരെ കൂടെ തന്നെ ചേരണ്ടേ, സന്തോഷത്തോടെ പോകണ്ടേ? അതിന് പറയട്ടെ, എല്ലാ അമലുകളും ഉണ്ട്, പക്ഷേ ഒന്നിന്റെ കുറവുണ്ട്, അത് അറ്റുപോയ ബന്ധമാണ്. അതൊന്ന് മാറ്റിയെടുത്തിട്ട് നമ്മൾ നന്നാകണം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഖുർആൻ കണ്ടില്ലേ, മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും പറഞ്ഞ ശേഷം തൊട്ടടുത്ത ആയത്തിൽ 26-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, വആതിദൽ ഖുർബാ ഹഖഹു, കുടുംബക്കാർക്ക് നീ നൽകണം, ഹഖഹു, അവർക്കുള്ള അവകാശം നൽകണം. എന്തൊക്കെയാണ് അവകാശം? സമ്പത്ത് മാത്രമാണോ? അല്ല, ശരീരവുമായി ബന്ധപ്പെട്ട അവകാശമുണ്ട്. നീ പോയി ചേർന്ന് സഹകരിക്കേണ്ടതുണ്ട്, നീ പോയി കൂടിക്കൊടുക്കേണ്ടതുണ്ട്, ഒത്താശ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്, പലപ്പോഴും താങ്ങും തണലുമായി വർത്തിക്കേണ്ടതുണ്ട്. ആ ഘട്ടങ്ങളിൽ കൊടുക്കേണ്ട ഹക്ക്, ബഹുമാനവും സ്നേഹവും കൊടുക്കണേ. ഒരു കുറവുണ്ടാകാൻ പാടില്ല. വന്നത് ബാപ്പയല്ല, ഉമ്മയല്ല, പിന്നാരാ വന്നത്? ബാപ്പാന്റെ ബാപ്പയാ വന്നത്. ആ ബാപ്പാന്റെ ബാപ്പ വന്നങ്ങനെ നിന്നൊരു കാര്യം പറയുമ്പോ
ഒരു മിനിറ്റ് ഒന്ന് ഇരിക്കാൻ പറയുന്നത് സുഹൃത്തെ ആ ഉപ്പാപ്പയോട് ചെയ്യുന്നൊരു ഹക്കാണ്. എഴുന്നേറ്റിട്ടൊന്ന് ഇരിക്കാൻ പറയണം, നല്ല സീറ്റ് വെച്ചു കൊടുക്കണം, ഒന്നിരിക്കി, ഇരുന്നിട്ട് നമുക്ക് വർത്തമാനം പറയാം. ബഹുമാനമാണല്ലോ കൂടുതൽ വേണ്ടത്, ആദരവാണല്ലോ നന്നായി വേണ്ടത്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം കല്യാണം കഴിച്ച ആദ്യത്തെ പെണ്ണിനെ ഉമ്മരപ്പടി മാറ്റിവെക്കാൻ പറഞ്ഞ ചൊറുക്കിന്റെ കുറവുണ്ടല്ല, ഭാഷ അറിയാഞ്ഞിട്ടല്ല, ശരീരത്തിന് തുടിപ്പും മിടിപ്പും മികവും ഇല്ലാഞ്ഞിട്ടല്ല. ജുർഹും ഗോത്രക്കാരിൽ നിന്നല്ലേ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഭാഷ പഠിച്ചത്. ആ ഗോത്രത്തിൽ നിന്നാണ് കല്യാണം കഴിച്ചത്. പക്ഷേ ആ പെണ്ണിന് ആദരവില്ല, ബന്ധം എന്തെന്ന് അറിയില്ല. അതുകൊണ്ടാ ഉമ്മരപ്പടി മാറ്റുന്നുണ്ട്. കാരണം ഈ ബന്ധത്തിലൂടെ വരാൻ പറ്റിയ ആളല്ല ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്മായിൽ നബി അലൈഹി സ്വലാമിന്റെ താവയിലൂടെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വരുന്നത്. അതേറ്റവും നല്ല ബന്ധവും നല്ല ബഹുമാനവും നല്ല ഇണക്കമുള്ള ആളുടെ ആയിരിക്കണം. മറുപടി മാറ്റാൻ പറഞ്ഞു. മറുപടി എന്താണ് ആ പെണ്ണിനെ അറിയില്ലെന്ന് പിന്നെ അറിഞ്ഞു, മറുപടി മാറ്റി. രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ എന്തായിരുന്നു സ്നേഹം, ബഹുമാനം. ആ പെണ്ണും ആദ്യമായിട്ട് കാണാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇങ്ങനെയൊക്കെയാണ് രൂപഭാവെന്നും അതെന്റെ ഭർത്താവിന്റെ ഉപ്പയാണെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ട്. വീട്ടിന്റെ മുറ്റത്ത് വന്നങ്ങ് നിർത്തി, ഇറങ്ങിയില്ല. കാരണം സാറാ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ആ വാക്ക് പാലിച്ചിട്ട് ഇറങ്ങാത്തത്. വാക്ക് പറഞ്ഞ വാക്കാണല്ലോ, അതുകൊണ്ട് ഇറങ്ങാതിരുന്നത്. എനിക്ക് പറഞ്ഞാൻ പറ്റില്ല, ഞാൻ പോകാണ്. എന്നാലും പോകല്ലേ, ഒരു മിനിറ്റ്, നിങ്ങൾ ഇറങ്ങില്ലെങ്കിൽ ഒരു മിനിറ്റ്, ഒന്ന് നിൽക്കി ഒറ്റ മിനിറ്റ്. കുറച്ച് വെള്ളം കൊടുത്തിട്ട് അവിടെ ഒന്ന് ആ ഒട്ടകത്തിന്റെ കാലിനോട് ചേർത്തൊരു സാധനം വെച്ചിട്ട് അതിമേൽ നിന്നിട്ട് ഈ വെള്ളം കയ്യിലെടുത്തിട്ട് ആ താടിയും ആ തലയൊക്കെ ഒന്ന് വെള്ളം കൊണ്ട് തൊട്ടുരുമീറ്റ് ആ പൊടിയൊക്കെ ഒന്ന് നീക്കി സന്തോഷാക്കി കൊടുത്തു. അൽഹംദുലില്ലാഹ്. ആരാണിത്? ഈ താവയിലൂടെയാണ് സയ്യിദുൽ വജൂദ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. എന്താണ് ഈ ബഹുമാനം, എന്താണ് ഈ സ്നേഹം? ഈ കാണിച്ചതാണ് സഹോദരങ്ങളെ ബന്ധം എന്ന് പറയുന്നതിന്റെ പിന്നിലുള്ളത്. അതാണ് അർപ്പിക്കാൻ പറഞ്ഞ മറുപടി. അത് നല്ല ബൃഹത്തായതാണ് കിട്ടിയത്. അതിലാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 13 മക്കൾ ജനിച്ചത്. നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. നല്ല ബന്ധങ്ങൾ. അല്ലാഹു പറയുന്നു വാതിദൽ ഖുർബ ഹഖഹു. ഖുർആൻ പണ്ഡിതന്മാർ ചോദിച്ചു, എന്താണ് ഈ ഹക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമ്പത്ത് മാത്രമാണോ? അല്ല, സമ്പത്ത് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ സമ്പത്ത് പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാണ് കൊടുക്കാനാണല്ലോ പറഞ്ഞത്. കൊടുക്ക എന്നുള്ള വിഷയത്തിൽ പരിഗണിക്കുന്നതല്ലേ സമ്പത്ത്. സമ്പത്ത് മാത്രമല്ല, കുടുംബ ബന്ധം ചേർക്കാനാണ് അല്ലാഹു തആല നിർദ്ദേശിക്കുന്നത്. കുടുംബ ബന്ധം പുലർത്തണം. മാതാപിതാക്കളോടുള്ള ബന്ധം പഠിപ്പിച്ച ശേഷം പിന്നെ കുടുംബക്കാരുമായുള്ള ബന്ധങ്ങളാ പഠിപ്പിക്കുന്നത്. ആ കുടുംബക്കാരെ നന്നായി കണ്ടറിയണം. അവർക്ക് വേണ്ട ഉപകാരങ്ങൾ ഉപദേശങ്ങളൊക്കെ കൊടുക്കണം. അവരോട് സഹകരിക്കേണ്ട എല്ലാ ഘട്ടങ്ങളിലും സഹകരിക്കാനുള്ള കടപ്പാട് വേണം, ബന്ധം വേണം. ആ കുടുംബക്കാരിൽ അടുത്ത ബന്ധുക്കളിൽ രോഗികളുണ്ടെങ്കിൽ ആ രോഗികളുടെ ശുശ്രൂഷ നമ്മൾ ഏറ്റെടുക്കേണ്ടതാണ്. ആ രോഗികൾക്ക് കൊടുക്കേണ്ട എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും നമ്മൾ കൊടുക്കേണ്ടതാണ്. അതേ കൂട്ടത്തിൽ തന്നെ ആ രോഗികളുടെ ചെലവ്, ആ രോഗികളുടെ ആവശ്യങ്ങൾ, ആ രോഗികളുടെ ഒത്താശകൾ, അവർക്ക് കൂടെ പോയി കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളിൽ കുറവുണ്ടോ ആ കുറവും പരിഹരിക്കേണ്ടതുണ്ട്. ഇവിടെ ഇമാമിയങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ട്. കുടുംബക്കാരെ ചെലവും കൂടി ഒരാൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ? മാതാപിതാക്കളെ ചെലവ് മാത്രമല്ലേ കൊടുക്കേണ്ടത്? അടുത്ത കുടുംബക്കാരെ ചെലവും കൂടി ഏറ്റെടുക്കേണ്ടതുണ്ടോ? ബഹുമാനപ്പെട്ട ഇമാമുൽ ആലം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് പഠിക്കുന്നത് മനസ്സിലാകുന്നത് മാതാപിതാക്കളെ ചെലവ് മാത്രമല്ല കുടുംബക്കാരെ ചെലവും കൊടുക്കേണ്ടതുണ്ട്. ഏതാണ് ഈ കുടുംബം? വഹുമുൽ മഹാരിമു, വിവാഹബന്ധം നിഷിദ്ധമായ അടുത്ത കുടുംബങ്ങളില്ലേ, അവരെ ചെലവും കൊടുക്കേണ്ടതുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം എങ്ങനെയാണ്? ആ തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ, അല്ലെങ്കിലോ സ്വന്തം സഹോദര സഹോദരിമാരുടെ മക്കൾ അവര് സാധുക്കളാണോ? ജ്യേഷ്ഠാനുജന്മാര് സാധുക്കളാണോ? എളാപ്പ മൂത്താപ്പമാര് സാധുക്കളാണോ? അമ്മായിമാര് സാധുക്കളാണോ? അവർക്കും സഹകരണം
സഹകരണം കൊടുക്കേണ്ടതുണ്ട്, അവർക്കും നന്മ ചെയ്യേണ്ടതുണ്ട്. ഇദാ കാനൂ ഫുഖറാ, അവർ പാവങ്ങളാണെങ്കിൽ ദരിദ്രരാണെങ്കിൽ, സവാഉൻ കാനൂ മുസ്ലിമീന ഔ കാഫിരീൻ, ആ ബന്ധുക്കൾ മുസ്ലിങ്ങളാകട്ടെ അല്ലാത്തവരാകട്ടെ.